പെൻഷനും ശമ്പള കുടിശ്ശികയും നൽകാൻ പണമില്ലാത്ത സർക്കാർ ഇടത് നേതാവിന് സ്മൃതി മന്ദിരം പണിയാൻ അനുവദിച്ചത് ലക്ഷങ്ങൾ. നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിന് 45 ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് അധിക ഫണ്ട് അനുവദിച്ചത്. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിക്കിടക്കുന്നു. ശമ്പള കുടിശ്ശിക ഒരു ഭാഗത്ത്, നിത്യവൃത്തിക്കായി കടമെടുക്കേണ്ട അവസ്ഥ. പക്ഷേ ഇടത് നേതാവിന് സ്മൃതി മന്ദിരം പണിയാൻ അനുവദിച്ചത് 45 ലക്ഷത്തിന് മുകളിൽ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ട് കാലങ്ങളായിരിക്കുന്നു. ഒന്നോ രണ്ടോ ഘടു കൊടുത്തു തീർക്കുന്നതല്ലാതെ അതിന് പ്രത്യേക പൂർണ്ണമായും അതൊന്നും നൽകാൻ സർക്കാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. അതോടൊപ്പമാണ് ഇപ്പോൾ ആശാ വർക്കേഴ്സിനെ പോലെയുള്ള ആളുകളുടെ സമരം നടക്കുന്നു. സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനം നിലനിൽക്കുന്നു. വിവിധ പദ്ധതികളുടെ പ്രവർത്തന ചെലവ് പലപ്പോഴും 50% മാത്രമായി വെട്ടിച്ചുരുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണം നൽകാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് സർക്കാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇടത് നേതാവിന് സ്മൃതി മണ്ഡപം ഒരുക്കാൻ ഇപ്പോൾ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. 45 ലക്ഷം രൂപ, അതും നിലവിലുള്ള ട്രഷറി നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അത് ഒഴിവാക്കി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. 45 ലക്ഷം രൂപയാണ് നിയമസഭയിലെ EMS സ്മൃതി മന്ദിരത്തിനായി ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. നേരത്തെ അനുവദിച്ച തുകയ്ക്ക് പുറമെയാണ് ഇപ്പോൾ പുതിയതായി ഈ 45 ലക്ഷം രൂപ കൂടി നൽകിയത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. 2019 മുതൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അത് പിന്നീട് നടത്തിപ്പുകാരനുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നതോടുകൂടി പതിവഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും CPM-ന്റെ ഇടപെടലോട് കൂടിയാണ് നിയമസഭയിലെ ഈ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ പദ്ധതി, EMS സ്മൃതി പദ്ധതി എന്ന പേരിൽ അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. CPM-ന്റെ നിർദ്ദേശപ്രകാരം സ്പീക്കർ AN ഷംസീർ ആദ്യം ധനവകുപ്പ് മന്ത്രിക്ക് ഈ രീതിയിൽ ഒരു കത്ത് നൽകിയിരുന്നു. ഈ ഫണ്ട് ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ഈ കത്ത് ലഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ മന്ത്രിയും ധനവകുപ്പും ഒക്കെ തീരുമാനമെടുക്കുന്നു. 45 ലക്ഷം രൂപ വകയിരുത്തുന്നു. അത് അനുവദിക്കുന്ന ഉത്തരവിലേക്കും പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത്രയും കാലം മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി, വിവാദങ്ങളായതിനെ തുടർന്ന് ഒഴിവാക്കിയ ഒരു പദ്ധതിക്ക് വേണ്ടി സർക്കാർ പണം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതും ട്രഷറി നിയന്ത്രണം പോലും മറികടന്ന് സംസ്ഥാനത്ത് മറ്റ് പല അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാൻ ഇല്ല എന്ന് പറയുന്ന സർക്കാരാണ് ഇത്തരമൊരു പദ്ധതിക്ക് വേണ്ടി വീണ്ടും ഈ 45 ലക്ഷം രൂപ അനുവദിച്ചെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലും നിയമസഭയ്ക്ക് മുന്നിലുമൊക്കെയായി ആശാ വർക്കർമാരുടെ സമരം തുടരുകയാണ്. അത്ര വലിയ സമരം നിലനിൽക്കുന്നു. അവർക്ക് ശമ്പള കുടിശ്ശികകളും മറ്റും നൽകുന്നതിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ഒരു പരിഗണന പോലും ഈ പറയുന്ന ഇത്രയധികം കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു അടിസ്ഥാന ശിലകളായി പ്രവർത്തിക്കുന്ന കുറേ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഈ ആശാ വർക്കേഴ്സിന് പോലും ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ വേതന കുടിശ്ശിക പൂർണ്ണമായി നൽകി തീർക്കാനോ കഴിയാത്തൊരു സർക്കാരാണ് ഈ രീതിയിൽ ഇടത് നേതാവിന് വേണ്ടി സ്മൃതി മന്ദിരം ഒരുക്കാൻ വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 45 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയല്ല. പ്രത്യേകിച്ച് നിലവിലത്തെ സംസ്ഥാനത്തെ ട്രഷറി നിയന്ത്രണമടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് കൃത്യമായ തുക പണം ചെലവഴിക്കുന്നതിനൊക്കെയുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ ഉദാരമായ സമീപനം എന്നുള്ളതാണ്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.